ഇതൊരു ഓപ്ഷണൽ സ്കീമാണ്. സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് തരേണ്ടത്. ഓപ്ഷനിലാണ്. ഞങ്ങൾക്ക് ഈ പരിപാടി വേണ്ട, ശരി വേണ്ട. ബംഗാൾ അങ്ങനെ ചെയ്തു. മമതാ ബാനർജി പറഞ്ഞു എനിക്ക് തൻ്റെ കാശും വേണ്ട, തൻ്റെ സ്കീമും വേണ്ട, PM ശ്രീ നമസ്കാരം പോടും. വെൽ, ഒരു കുഴപ്പമില്ല. തമിഴ്നാട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു NEP-യിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി സുപ്രീം കോടതി പോയി അവിടെ കിടക്കുകയാണ്. ഈ രണ്ടും വലിയ സംസ്ഥാനങ്ങളാണ്. മമതാ ബാനർജിയുടെ പെൻഡിങ് എമൗണ്ട് 1000 കോടി രൂപയാണ്. അതായത് PM ശ്രീയിൽ ഒപ്പിട്ടിരുന്നെങ്കിൽ മമതാ ബാനർജിക്ക് കിട്ടുമായിരുന്ന കാശ് 1000 കോടിയാണ്. അത് വേണ്ടാന്ന് വെച്ചവർ 1000 കോടി വേണ്ടാന്ന് വയ്ക്കാനുള്ള ഫൈനാൻഷ്യൽ ഹെൽത്ത് ബംഗാളിനും ഇവർക്കും തമിഴ്നാടിനും ഉണ്ട്. നമുക്കതില്ല. ആ ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ട് ഈ 1500 കോടിയുടെ വെയിറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ തള്ളി ഒരു 2 വർഷം കൊണ്ടാണെന്ന് പിന്നെ വിട്ടുകളഞ്ഞു. നമ്മൾ ബ്രേക്ക് ചെയ്തു. മാത്രമല്ല ഇവിടെ കാശ് കിട്ടിയിട്ട് ഇത് PM ശ്രീക്ക് വല്ലതും ഉപയോഗിക്കാനാണോ? ഒന്നുമല്ല. ഇത് നമ്മുടെ പെൻഷൻ കൂട്ടിക്കൊടുക്കാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ വരുന്നത്. 1600 രൂപ 1700 രൂപ ആക്കണമെങ്കിൽ തന്നെ കോടികൾ വേണം. 53 ലക്ഷം മറ്റുമാണ് ഈ 1600 പെൻഷൻ മേടിക്കുന്നവർ. 100 രൂപ കൂട്ടിക്കൊടുക്കണമെങ്കിൽ എത്ര കോടി വേണമെന്ന് ആലോചിച്ച് നോക്കി. ഈ ആവശ്യത്തിനൊക്കെ എടുക്കും. അവസാനം ഈ PM ശ്രീ വഴിക്കങ്ങ് വീണു പോകും. ഇതാണ് സംഭവിക്കാൻ പോകുന്ന സ്ഥിതി. കേരളത്തിന് എന്ത് കാശ് കിട്ടിയാലും വകമാറ്റി ചിലവാക്കുന്നുള്ള സ്ഥിതിയാണ്. ബട്ട് സ്റ്റിൽ കരാറാണല്ലോ.